ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഡൂഡ് സിനിമ കണ്ടു. അതായത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കീർത്തി സ്വരാൻ ആണ്. പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ഷൻ ആണ്. പുള്ളി തന്നെയാണ് എഴുതിയിരിക്കുന്നത് കൂടി. പിന്നെ സിനിമയിൽ പ്രദീപ് രംഗനാഥനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ ഫീമെയിൽ ലീഡായിട്ട് മമിത ബൈജുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതായത് ശരത് കുമാർ ഉണ്ട്, പിന്നെ റോഹിണി, അങ്ങനെ ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് സിനിമയിലെ കാസ്റ്റില്. പിന്നെ 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 ഈ സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത്, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കിയിരിക്കുന്നത് സായി അഭിശങ്കർ ആണ്. സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് വരെ സിനിമ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ബ്യൂട്ടിഫുൾ സിനിമ വേണമെന്ന് പറയാം. അതായത് ടൈം പോകുന്നതേ അറിയില്ല, അത്രക്ക് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് സംവിധാനം ചെയ്തിരിക്കുന്ന കീർത്തി സ്വറാണ്. പുള്ളിയുടെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞ് കാണുന്നില്ല, പുള്ളി നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് സിനിമയാണ്. പിന്നെ സിനിമയുടെ പ്രദീപ് രംഗനാഥൻ ആയാലും പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആസ് ഓൾവേസ് പുള്ളി ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ അതിൽ നല്ലൊരു സ്റ്റഫായിട്ടാണ് പുള്ളി എടുത്തുകൊണ്ട് വരുന്നത്, അല്ലാതെ ചരപ്പറ സ്റ്റഫ് ഒന്നും കൊണ്ടുവരുന്നില്ല. പുള്ളി നന്ന ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ തന്നെയാണ് കൊണ്ടുവരുന്നത്. അത് ഹോപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ പോയിട്ട് കണ്ടതാണ്. അതായത് മുമ്പത്തെ സിനിമയൊക്കെ ഞാൻ OTT കണ്ടത് കൊണ്ട് ഞാൻ ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ കാണണമെന്ന് പറഞ്ഞ് തോന്നി, അങ്ങനെ ആയതുകൊണ്ട് കണ്ടതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ചിരിപ്പിക്കാനൊക്കെ ഒരുപാട് രംഗങ്ങളുണ്ട് ഈ സിനിമയിൽ, അതൊക്കെ നന്നായിട്ടുണ്ടായി. പിന്നെ ഫീമെയിൽ ലീഡായിട്ട് മമിത ബൈജു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. നമ്മുടെ ഈ പ്രേമലു സിനിമയിൽ കണ്ട പോലെ അതേ രീതിയിലുള്ള റേമുമ്മ കണ്ട പോലെ തോന്നിയുണ്ടായിട്ട് അത്ര അടിപൊളിയായിട്ട് പുള്ളിക്കാരന്റെ ക്യാരക്ടറൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. പിന്നെ പിന്നെ പറയണ ശരത് കുമാർ ഉണ്ട്, ഒരു നല്ല ക്യാരക്ടറാണ് പുള്ളിയുടെ, നന്നായിട്ടുണ്ട്. പിന്നെ പിന്നെ പറയണ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നതിനെ കുറിച്ച് അതിന് സിനിമ തുടങ്ങുന്നതിന് തൊട്ട് കഴിഞ്ഞിട്ട് ഇൻട്രോസ് ഒക്കെ ഉണ്ട്. അതായത് ഈ മ്യൂസിക് കാസ്റ്റ് അതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ക്രെഡിറ്റ് സീൻ ഒക്കെ പറയുന്ന സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ, ആ സീൻ ഇൻട്രോ എഡിറ്റ് ചെയ്തിരിക്കുന്ന എഡിറ്റർ ഭരത് വിക്രം എന്തോ ആയിരിക്കും എഡിറ്ററിന്റെ പേര്. പുള്ളി നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു അടിപൊളി ഇൻട്രോ ആയിരുന്നു, ഒരു രക്ഷയില്ല, കിട്ടിയില്ല ഇൻട്രോ. ആ ഫോൺ ഡിസൈൻ എഡിറ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ എഡിറ്റിംഗ് അത് മെയിൻലി പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ സിനിമയിൽ എഡിറ്റിംഗ് ആണ്. പുള്ളിയുടെ എഡിറ്റിംഗ് വർക്ക് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭരത് വിക്രം ഹാറ്റ്സ് ഓഫ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എഡിറ്റിംഗ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സെക്കൻഡ് ഹാഫ് എമോഷണല് കുറച്ച് റൊമാൻസ് ആ സീനൊക്കെ ആയിട്ട് പോകുന്നു, കുറച്ച് ഫണ്ണൊക്കെ രീതിയിലായിട്ട് പോകുന്നു. ക്ലൈമാക്സിൽ വലിയ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല, എന്നാലും നന്നായിട്ടുണ്ടായി. ഓക്കെ, ക്ലൈമാക്സ് നന്നായിട്ടുണ്ടായി. പിന്നെ മൊത്തത്തിൽ എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സായി അഭിശങ്കറാണ്. പുള്ളിയുടെ മ്യൂസിക് ഒരു രക്ഷയില്ല. ഒരുപാട് സോങ്സ് ഒക്കെ പറയാനൊന്നും അറിയില്ല. ആ സോങ്സ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തിയേറ്ററിൽ കേൾക്കാൻ നല്ലൊരു മൂഡ് ചെയ്യുന്ന സോങ്സ് പോലെ ആയിട്ടുണ്ട് പുള്ളിയുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ. പിന്നെ അതേപോലെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട് കൂടി അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള പടം പോലെ കാണാൻ വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രം ദി ബിഗിനിങ് ടിൽ എൻഡ് വരെ ടൈം പോകുന്നതായിരുന്നില്ല, അടിപൊളിയായിട്ടുണ്ട് സിനിമ. പിന്നെ ഓൺലൈനിൽ സിനിമ എങ്ങനെയുണ്ടെന്ന് പറയുകയാണെങ്കിൽ സിനിമയിൽ റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, പിന്നെ എമോഷണൽ സീൻസ് ഉണ്ട്, ഫണ്ണുണ്ട്, ഒരു വൈബ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു കിടിലൻ സിനിമയാണ് ജൂഡ്. പിന്നെ സിനിമ കാണാത്തവരാണ് പോയിട്ട് കണ്ടോളി ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിൽ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കിട്ടാം ഗൈസ്. ബൈ.